ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ആലപ്പുഴയിലാണ്. നമ്മൾ ആലപ്പുഴയിലുള്ള നല്ലൊരു അടിപൊളി നല്ല റിവർ ഫ്രണ്ടേജൊക്കെ ഉള്ള, റിവർ എന്നല്ല കായലിൻ്റെ ഫ്രണ്ടേജൊക്കെ ഉള്ളൊരു കിടിലൊരു 4 ബെഡ്റൂം ഒരു 4 കെട്ട് ടൈപ്പിലുള്ളൊരു ഹോം സ്റ്റേയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഫാമിലിയായിട്ടും ബാച്ചിലേഴ്സായിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പീസ്ഫുള്ളായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ല പ്രൈവസി ഉള്ള പ്രോപ്പർട്ടി കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ വിഷ്വൽസാണ് നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ആക്ച്വലി നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ ഈ കായൽ സൈഡിൽ വരുന്നൊരു ഫ്രണ്ടേജ് കേട്ടോ. നല്ല രസമല്ലേ, നമ്മൾ ഒരു പഴമ ഫീൽ ചെയ്യുന്നില്ലേ? ഇതിൻ്റെ നേരെ ഫ്രണ്ടിലെ വ്യൂ ഒക്കെ അടിപൊളിയല്ലേ. ഇതിൽ കൂടെ ഹൗസ് ബോട്ടും കാര്യങ്ങളെല്ലാം പോട്ടോ. ഇതൊരു റെസ്റ്റോറൻ്റാണ്, ഫാമിലി റെസ്റ്റോറൻ്റാണ്. ഇത് വരുന്നുണ്ടോ, വരുന്നൊരു ഹൗസ് ബോട്ടാട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. അതായത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതായത് ഹോംലി ഫുഡ് കാര്യങ്ങളൊക്കെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യാമ്പ് ഫയർ, ബാർബിക്യൂ ആണെങ്കിലൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹൗസ് ബോട്ടിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ സ്പീഡ് ബോട്ട് ആണെങ്കിലോ ഷിക്കാരി ആണെങ്കിലോ കയാക്കിംഗ് ആണെങ്കിലൊക്കെ ഈ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ ഒരു ഫ്രണ്ടേജ് വരുന്നത്. നല്ല രസമല്ലേ, ഒരു പക്ക ഒരു 4 കെട്ട് ടൈപ്പ് ഭയങ്കര പ്രീമിയം ലെവലായിട്ട് അവർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതായത് ഈ വില്ല മാത്രമല്ല, സറൗണ്ടിങ്സ് നല്ല സ്പേസ് കാര്യങ്ങളുണ്ട്. നല്ല പീസ്ഫുള്ളാണ്, വേറെ ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് സൈലൻസ് ആണ്. അതായത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ്. ഈവൻ പ്രോപ്പർട്ടീൻ്റെ ഓണറാണെങ്കിലും. ഇതുണ്ടോ, ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള വില്ലേൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അതായത് ഫ്രണ്ടിൽ നമുക്ക് ഹൗസ് ബോട്ടൊക്കെ പോകുന്നതാണ്. നല്ല രസമല്ലേ. അതായത് ആലപ്പുഴയിൽ വരുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ ഒരു സ്റ്റേ ആയിരിക്കും. റിവർ ഫ്രണ്ടേജൊക്കെ ആയിട്ട് നല്ല വ്യൂ, നല്ല കാറ്റ്, നല്ല ഫ്രഷ് ഫിഷൊക്കെ ഇവിടെ കൊണ്ടുത്തരും നമുക്ക് പ്രോപ്പർട്ടിയിൽ. അല്ലെങ്കിൽ ഇവിടെ മീൻ പിടിക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മീൻ പിടിക്കുക, ഫിഷിങ് ചെയ്യാം. ഫിഷിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഒരു ബെസ്റ്റ് ഓപ്ഷനായിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ. റൂംസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ കൂടുതലിപ്പോൾ വരുന്നത് ഫാമിലീസാണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ വരാന്ത എന്ന് പറയുന്നത്. ഇവിടെ നല്ല ചാരുപൊടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫുള്ള് വുഡിലാട്ടോ ചെയ്തേക്കുന്നത്. നേരെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഇവിടെ ഒരു TV കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇവിടെ പക്ക ഒരു 4 കെട്ട്, അതായത് നല്ല സൺലൈറ്റ് കിട്ടും നമുക്കിവിടെ. അതായത് പകലൊക്കെ നമുക്ക് മേ ബി ഉള്ളിൽ ലൈറ്റ് ഇടേണ്ടി വരില്ല. അത്യാവശ്യം നല്ല സൺലൈറ്റ് ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് റൂമാണ്. ക്യൂൺ സൈസ് ബെഡാണ്. 2 പേർക്ക് സുഖമായിട്ട് ബെഡിൽ കിടക്കാം. പ്ലസ് എല്ലാ റൂമും AC ആണ്. ഹോട്ട് വാട്ടർ കാര്യങ്ങളുണ്ട്. ഉണ്ടോ, ഇവിടെ ഒരു ഷോക്കേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന് ഞാൻ ബാത്റൂം കാണിച്ചു തരാം. അടിപൊളി ബാത്റൂമാണ്, അടിപൊളി വരുന്നത്. എനിക്ക് റൂമിനെക്കാട്ടും ഇഷ്ടപ്പെട്ട ബാത്റൂമാണ്. സ്പേഷ്യസ് ആണ്. സെപ്പറേറ്റ് ഷവർ ക്യൂബിക്ക് വരുന്നുണ്ട്. ഇവിടെ ക്ലോസറ്റ് വരുന്നത്. നല്ലൊരു വാഷ് ബേസിൻ ഏരിയ, ഒരു ചെറിയ മിറർ. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലായി ഒരു ബാത്റൂമിൻ്റെ സ്പേസ് അടിപൊളിയാണ് കേട്ടോ ബാത്റൂം ചെയ്തേക്കുന്നത്. നമുക്ക് എല്ലാ റൂമിൽ നിന്നും ഈ നമ്മുടെ ഒരു നടുമുറ്റം കാണാം കേട്ടോ. ഈ ഒരു നടുമുറ്റത്തിൻ്റെ വ്യൂ നമുക്ക് കിട്ടും. ഇതാണ് ഒരു പക്ക ട്രഡീഷണൽ ടൈപ്പിലാണ് ഇവർ ഈ പ്രോപ്പർട്ടി ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂമാണ്. ഇത് നമ്മളിപ്പോൾ കണ്ട ബെഡ്റൂമിനെക്കാട്ടും കുറച്ചും കൂടി വലുതാണ് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു അലമാര വരുന്നുണ്ട്. ഇത് 2 ട്വിൻ ബെഡ് ജോയിൻ ചെയ്തിട്ടേക്കുന്നതാണ്. അതായത് ഇപ്പോൾ കിങ് സൈസ് ബെഡ് എന്ന് പറയാം നമുക്ക്. അതായത് 3 പേർക്ക്, 3 അഡൾട്ടിന് ഈസി ആയിട്ട് ഈ ഒരു ബെഡിൽ കിടക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ റൂമും AC ആണ്. അതായത് പ്രോപ്പർട്ടീൻ്റെ ഫ്രണ്ട് വെച്ച് പറയുമ്പോൾ ഇത് ബാക്ക് സൈഡാണ്. പക്ഷേ നമ്മുടെ മെയിൻ ഗേറ്റും എൻട്രൻസും വരുന്നത് ഈ സൈഡിലാട്ടോ. അതായത് ഇങ്ങനൊരു ഫുള്ളൊരു വരാന്ത ഈ പ്രോപ്പർട്ടീൻ്റെ വില്ലയുടെ ചുറ്റും കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഈ ഒരു മച്ച് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വുഡിൽ. എനിക്ക് തോന്നുന്നു ടീക്ക് വുഡൊക്കെ ആണെന്ന്. നല്ല അടിപൊളിയായിട്ട് ഒരു റോയൽ സെറ്റപ്പിലൂടെ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പെൻഡ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ഒരു വില്ലയാണ് കേട്ടോ. അത് നമുക്ക് ഈ വില്ലയിൽ കൂടെ നടക്കുമ്പോഴും ഈ വില്ല കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും. കണ്ടോ, ചുറ്റും മുറ്റാണെങ്കിലും നല്ല വലുപ്പമുണ്ട്. നമുക്കൊരു 10
10-15 കാർ തന്നെ പാർക്ക് ചെയ്യാം ഇവിടെ. അതായത് ഫുള്ള് കിളികളുടെ സൗണ്ടും ഇല്ലെങ്കിൽ ഇവിടുത്തെ ബോട്ടുകൾ പോകുന്ന സൗണ്ട് ഇതൊക്കെ ഉണ്ട്. അല്ലാണ്ട് നമുക്കിവിടെ വേറെ ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴി കേട്ടോ. ഇവിടെയൊക്കെ ശരിക്കും നെല്ലാണ്. ഇപ്പോൾ അടുത്ത് നടാൻ പോകുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്ച്വലി വരുന്ന റോഡ് എന്ന് പറയുന്നത്. നമ്മളല്ലേ ഫുൾ ഇൻ്റർലോക്കും കാര്യങ്ങളും ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഫുൾ ചെടികളും കാര്യങ്ങളും. ഇവിടെ വലിയ ചൂടൊന്നുമല്ല കേട്ടോ. നല്ല ചെറിയൊരു കാറ്റ്, നല്ല പീസ്ഫുൾ ആംബിയൻസ്. ഈ മരം കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ആക്ച്വലി ഈ ഒരു വില്ലേൻ്റെ കൺസ്ട്രക്ഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരു പക്ക നമ്മുടെ പണ്ടത്തെ ഒരു തറവാട് വീട് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു ന്യൂ ജനറേഷൻ വേർഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ബാക്കി സ്ഥലത്തൊക്കെ ഇവിടെ നമ്മുടെ പുഴയിലൊക്കെ ഉള്ള കല്ലില്ലേ, ഈ കല്ലൊക്കെ വിതറി സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫാമിലിയായിട്ട് നമുക്ക് ഇവിടേക്ക് ഇരിക്കാൻ പറ്റും അടിപൊളിയായിട്ട്. മെയിൻ ഇവിടുത്തെ ഒരു അടിപൊളി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ഹൗസ് ബോട്ട് എടുക്കണമെങ്കിലോ ഞാൻ പറഞ്ഞ പോലെ ഷിക്കാരെ പോകണമെങ്കിലൊക്കെ നിങ്ങൾ ഈ പ്രോപ്പർട്ടി സ്റ്റേ എടുത്തിട്ട് ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഇവിടെ ഈ വാതിലിൻ്റെ പുറത്ത് ഇവിടെ ഒരു ഹൗസ് ബോട്ട് നമുക്ക് ഇവിടെ നിന്ന് കയറി പോവാം. ഇതാണ് ഇതിൻ്റെ ചുറ്റുമുള്ളൊരു ആംബിയൻസ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നതാണ്. കോൺടാക്ട് നമ്പറും കാര്യങ്ങളും പിന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നത്. കാരണം അടിപൊളി പ്രോപ്പർട്ടിയാണ്. പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. അതായത് ആലപ്പിയിലൊക്കെ വരുമ്പോൾ ഇപ്പോൾ നിങ്ങളൊരു 10-15 പേരുള്ള ഫാമിലിയൊക്കെ ആണെങ്കിൽ ഫുൾ പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ ഫുൾ നല്ല അടിപൊളി പ്രൈവസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഈ ഒരു കുഞ്ഞു വീട് ഞാനിവിടെ വെച്ച് എൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ആലപ്പുഴത്തെ നല്ല കുറച്ച് പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരെയും ബൈ ബൈ.